എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇത് കണ്ടോ, ഇന്ന് നമുക്ക് തൊട്ടാവാടിയെ കുറിച്ച് പറയാം. ഇത് കണ്ടോ, പൂക്കൾ കണ്ടോ, ഇതിൻ്റെ നല്ല ഭംഗിയല്ലേ പൂ കാണാൻ. പേര് പോലെ തന്നെ തൊട്ടാൽ വാടും. അതുകൊണ്ട് വിടർന്ന് നിൽക്കുന്ന പടം എടുക്കണമെങ്കിൽ ആദ്യമേ എടുക്കണം. തൊട്ടപ്പം തന്നെ വാടും. ഇത് കണ്ടോ, ഇതിനെ പക്ഷെ അങ്ങനെ അധികം ആർക്കും ഒന്നും വലിയ പരിചയമില്ല, ഇതിനാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഓണക്കാലം ആകുമ്പോൾ ഞങ്ങൾ കുട്ടിക്കാലത്ത് ഈ പൂക്കളെടുത്ത് ഓണക്കളം ഇടാറുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അവർ ഇടാറുമില്ല. പക്ഷെ ഞങ്ങളുടെ കാലത്ത് ഇത് ഉപയോഗിക്കും. പിന്നെ പേര് പോലെ തന്നെ തൊട്ടാൽ വാടുന്ന ഒരു സാധു സസ്യമാണിത്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താരും തൊടാത്തത്, ഇതിൽ നിറച്ച് മുള്ളുണ്ട്. പക്ഷേ ഇതിനും നല്ല ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുള്ളൊരു ചെടി തന്നെ, ഒരു ഔഷധ ചെടി തന്നെയാണ് ഈ തൊട്ടാവാടിയും. ഇതിൻ്റെ എനിക്ക് ആദ്യം അറിയാവുന്ന ഇതിൻ്റെ ഔഷധ ഗുണം പയൽസിന് താറാമുട്ടയുടെ വെള്ളക്കരുവും മഞ്ഞക്കരുവും മാറ്റി ഇത് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് ആ അടപ്പ് നിറയെ എടുത്തിട്ട് ആ രണ്ടും കൂടി മിക്സ് ചെയ്ത് എണ്ണയൊന്നും പുരട്ടാതെ വേറെ ഉപ്പൊന്നും ചേർക്കാതെ വെറുതെ ഓംലെറ്റ് പോലെ ഉണ്ടാക്കി വെറും വയറിലെ കഴിച്ചാൽ പയൽസിന് നല്ലതാണ്. വെറും വയറിൽ ഒരു 1-2 ആഴ്ച കഴിച്ചു നോക്കിയാൽ പയൽസിന് ശമനം കിട്ടും. ഞാൻ എൻ്റെ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടിക്കാലത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ ഇതിന് പൂ പറിച്ച് പൂവിടാറുണ്ട്. പിന്നെ ഈ സംഭവം ബ്രസീലാണ് ഇതിൻ്റെ നാട്. അവിടെ നിന്ന് കുറേ ഫലസസ്യങ്ങൾ വന്ന കൂട്ടത്തിൽ അബദ്ധത്തിൽ കപ്പലേറി നമ്മുടെ നാട്ടിലെത്തിയതാണിത്. പിന്നെ ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ അലർജി സംബന്ധമായിട്ട് വരുന്ന ത്വക്ക് രോഗങ്ങൾക്കെല്ലാം തന്നെ ഇതിൻ്റെ നീര് അരച്ചിട്ടാൽ വളരെ നല്ലതാണ്. പിന്നെ ഈ പറയുന്ന പോലെ കുട്ടികൾക്കുണ്ടാകുന്ന ഇതില്ലേ കഫക്കെട്ടിന് ഇതിൻ്റെ നീരും കരിക്കിൻ വെള്ളവും കൂടി ചേർത്ത് ഒരു നേരം വീതം 2 ദിവസം കൊടുത്താൽ ആ ജലദോഷവും ആ കഫക്കെട്ടും എല്ലാം മാറും. പിന്നെന്താണ്, പിന്നെ ഇതിൻ്റെ നീര് എന്താ പറയുക, സമൂലം അരച്ച് പുരട്ടിയാൽ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളുണ്ടല്ലോ, മുറിവുകൾക്ക് വളരെ നല്ലതാണ്. പെട്ടെന്ന് മുറിവ് കരിയുമെന്നാണ് പറയുന്നത് തൊട്ടാവാടി സമൂലം അരച്ച് പുരട്ടിയാൽ. പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഇതുണ്ടല്ലോ, ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ നീര് ഇതിന് കയ്പ്പാണ്. ഈ തൊട്ടാവാടിയുടെ നീരിന് കയ്പ്പാണ്. തേനും കൂടി ചേർത്ത് സേവിച്ചാൽ ആർത്തവ സംബന്ധമായിട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന അമിത രക്തസ്രാവം ഉണ്ടല്ലോ, അത് നിയന്ത്രിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന നമ്മളാരും ശ്രദ്ധിക്കാറില്ല, പ്രത്യേകിച്ച് മുള്ളും കൂടി ഉള്ളതുകൊണ്ട് ഇതിനെ നോക്കാറ് പോലുമില്ല ആരും. പക്ഷേ ഇദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമ്മളറിയാത്ത ഗുണങ്ങൾ ഇനിയും ഉണ്ടാവും. ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തന്നതാണ്. കുട്ടികളുടെ കഫക്കെട്ടിന്, പിന്നെ ത്വക്ക് രോഗമായിട്ടുള്ള അലർജിക്ക്, പിന്നെ രക്തശുദ്ധി ചെയ്യാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം നിയന്ത്രിക്കാനും ഈ തൊട്ടാവാടി വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയുക. ഇനി ഇതിലും കൂടുതൽ അറിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് പറഞ്ഞു തരണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉപകാരമാകുമല്ലോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും. ടാറ്റാ.